ആളെങ്ങോട്ടെ പോയിന്ന് കണ്ടില്ലല്ലോ. ചോ, എനിക്കതിന് മിസ്സായല്ലോ. ഇനി ഞാൻ എന്താ മണിക്കുട്ടനോട് പറയാ? ഞാൻ എവിടെയെന്ന് വെച്ചാ ഇനി അതിന് തിരയാ? ഇത്രയും കാലം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ട് എനിക്ക് അവനെ അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ എവിടെയാ ഇത് സ്ഥലം? ഈ ആട് എങ്ങോട്ടെന്ന് വെച്ചാ ഈ ഓടുന്നത്? ഈ ആട് എന്നെ കുറെ ഓടിപ്പിച്ചു, പക്ഷെ എനിക്കതിന് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഷോ, അതിന് കയ്യിലേക്ക് ഇട്ട് ഞാൻ നഷ്ടമാക്കിയല്ലോ. അവനെ പോലെ തന്നെ അവന്റെ ആട് ഒരു ലക്കും കെട്ടില്ല. എങ്ങോട്ടാ ഓടുന്നതെന്ന് പോലും അതിന് അറിയുന്നുണ്ടാവില്ല. ഷോ, എങ്ങോട്ട് വെച്ചായിരിക്കും അത് ഓടിയിട്ടുണ്ടാവുക? എന്റെ ദൈവമേ, ഇത് ഏതാ നഗരം? കണ്ടിട്ടൊരു വില്ലേജ് പോലെയൊക്കെ ഉണ്ട്. ഓ, അപ്പൊ ഞാൻ കുറെ ഓടിയല്ലേ? എവിടെയാ എത്തിയേക്കുന്നത്? ഇനിയിപ്പോ എങ്ങനെയാ തിരിച്ചു പോവാ? ആരോടൊന്ന് വഴി ചോദിക്കുക. ആ, ഹലോ, കണ്ടില്ലേ? എവിടെ നോക്കിട്ട് നടത്തുന്നേ? സോറി, ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യ ഭ്രാന്ത് പിടിച്ച് നിൽക്കാം. അപ്പൊ ഇങ്ങനെ ഓരോന്ന് വന്നേക്കും. ഹലോ, ഞാനൊന്നും അറിയാൻ തട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ കുറച്ച് ഹാൻഡ്സം ആണെന്ന് കരുതി ഇത് തട്ടിയിടാൻ നിൽക്കുന്നു. വായ തുണി ഒന്ന് വിളിച്ചു പറയാൻ നിൽക്കരുതേ, എന്റെ സ്വഭാവം അങ്ങ് മാറും. ഓ, പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാലോ, ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പാടിയാത്തത്. എടോ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്കിനെ സമ്മതിച്ചു. സോറി ചോദിച്ചില്ലേ? ഹോ, ഒന്ന് പോയി തരുമോ പ്ലീസ്? ആ, പോകുകന്നെയാ. പോകുന്ന വഴിയിൽ നിന്നാലേ ഇങ്ങനെ പലതും സംഭവിക്കും. വഴിയിൽ ഇങ്ങനെ കുന്തം വഴിക്ക് നിന്നാ ആരെങ്കിലൊക്കെ വഴി തട്ടിട്ടൊന്ന് വരും. ഇത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം. നീയല്ലേ എന്നെ അവൻ തട്ടിയിട്ടത്? അതെ, ഞാൻ തന്നെ. അതിനല്ലേ സോറി ചോദിച്ചത്. അത് അക്സെപ്റ്റ് ചെയ്താ പോരെ. വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. ഇവരോട് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, ഒഴിവാക്കി വിടുന്ന നല്ലത്. നീ എന്റെ വഴിക്ക് പോയിക്കോ. ഇനി ഞാനെന്റെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അയ്യോ, ഞാൻ എന്റെ ഒരു മണ്ടന. അയ്യോ, ടൗണിലേക്കുള്ള വഴി ചോദിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഇവിടുത്തെ എങ്ങോട്ടെങ്കിലും പോയാൽ കുറെ ദൂരം ആവുകയും ചെയ്യൂ. തിരിച്ച് പോയാൽ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ഫോണും എടുത്തില്ല. ചോ, ഇനി ആരെങ്കിലും കാണുന്നത് വരെ ഇവിടെ ഇരിക്കാം. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഒരാൾ കണ്ടപ്പോ ഞാൻ വഴക്കുണ്ടാക്കാൻ നിന്നു, ഇപ്പൊ തൃപ്തിയായി. അയ്യോ, ഒരു പാവം ആടതാ. അയ്യോ, എന്റെ ആടെവിടെ? അതെങ്ങോട്ടാ പോയി? ഞാൻ അതിനെ എവിടെ പോയി അന്വേഷിക്കും? എവിടെ പോയി? ഞാൻ അതിനെ ഇവിടെയാണല്ലോ കെട്ടിയിട്ടിരുന്നത്. നമുക്ക് ഇവിടെ കാത്തു നിൽക്കാം. അങ്കിൾ ഇപ്പൊ നിന്റെ ആടിനെ കൊണ്ടുവരും. ഞാൻ എന്റെ കുട്ടരച്ചനെ ഇപ്പൊ കാണും. എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയാം നിനക്ക്. ആ, നീ വെയിറ്റ് ചെയ്, ഇപ്പൊ കൊണ്ടുവരും. ഇതവനല്ലേ ആടിനെ ചോദിച്ചു വന്നവൻ? അവനെന്താടി ഇവിടെ? അത് പിന്നെ മുത്തശ്ശി, അത് നിങ്ങളല്ലേ പറഞ്ഞത് ഇവൻ പോയിന്ന്? അവന്റെ ആടിന് അവനെ ഇന്ന് രാവിലെ കിട്ടിയെന്ന്. എന്നിട്ട് അവൻ പോയിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവനെന്താ ഇപ്പൊ ഇവിടെ? അതെ, നിങ്ങളുടെ കയ്യിൽ എന്റെ ആടുണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ കള്ളം പറഞ്ഞതാ. ആട് ഞങ്ങൾ കൊണ്ടേക്കണത് നിങ്ങളെ കൈ തന്നെയാണ് എന്റെ ആട്. എന്റെ കയ്യിലൊന്നും നിന്റെ ആടില്ല. ഞാനൊരു ആടിനെയും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ രാവിലെ തന്നെ ആടിനേറ്റ് ഇവിടുന്ന് പോയിന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ടെൻഷനായിട്ട് നിങ്ങൾ ഒളിപ്പിച്ചോടത്തിന്റെ ആടുണ്ടോ നോക്കാൻ വേണ്ടി പോയത്? ആ, സമ്മതിച്ച്. ഞാൻ അങ്ങനെ പോയി നോക്കി. എന്റെ കയ്യിൽ നിന്റെ ആടും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി നോക്കി. അപ്പൊ നിന്റെ ആടിനെ കണ്ടു ചെയ്ത്. പിന്നെ ഞാൻ അവിടുന്ന് അയൽവാസിയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ നിന്റെ ആടിനെ എവിടെ കാണാനില്ല. നിങ്ങൾ കള്ളം പറയാണ്. നിങ്ങൾ അതിനെ വേറെ എങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അതല്ലേ സത്യം? ഇല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ആടില്ല. സത്യമായിട്ടും ഇതുവരെ എന്റെ കയ്യിൽ ആടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ ആടില്ല. അതിനാരോ കെട്ടയച്ച് വിട്ടിക്കണേ. മുത്തശ്ശി, അതിന് ചിലപ്പോ അങ്കിൾ കൊണ്ടുപോയതാവും. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ഇട്ട് ആ ആടിനെ എന്റെ കയ്യിൽ തട്ടിയെടുക്കാൻ നോക്കിയതല്ലേ? നിങ്ങളുടെ കയ്യിൽ തട്ടിയെടുക്കേ നിങ്ങളല്ലേ എന്റെ ആടിനെ കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കിയത്. എന്നിട്ട് അവനെ ഒളിപ്പിച്ചു വെച്ചത്. എനിക്കതിന് വേണം. അത് നിന്റെ ആടാണെന്ന് എന്താ തെളിവ്? നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അത് എന്റെ ആടാണെന്ന്. പിന്നെ എന്തിനാ ഈ അഭിനയം? സത്യം പറ, നിങ്ങൾ എന്റെ ആടിനെ പിന്നെ മാറ്റിയില്ലേ? മിനിന്റെ അങ്കിൾ കണ്ടുപിടിക്കും വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ വീണ്ടും മാറ്റിയില്ലേ? സത്യം പറ, അതല്ലേ സത്യം? നിങ്ങൾ എന്താ എന്റെ കുട്ടൂസിന് ചെയ്തത്? അത് പറ. ആ, നിന്റെ കുട്ടൂസിനെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം പിടിച്ചു വെച്ചു. സത്യം തന്നെ. ഇപ്പൊ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ എവിടെ ശരിക്കും ആടിപ്പോ? എനിക്കറിയോ. നിങ്ങളുടെ ഒടുക്കത്തെ പ്ലാൻ എന്റെ അടുത്ത് ചോദിച്ചാ പോരെ ഇവന്റെ ആടിനെ? ഞാനൊക്കെ തരില്ലായിരുന്നോ? നിങ്ങളോട് എത്ര പ്രാവശ്യം ചോദിച്ചതാ? നിങ്ങൾക്ക് ചെവി കേൾക്കാത്ത പോലെ ആയിരുന്നല്ലോ നിങ്ങളുടെ മറുപടി. ഭാസ്കരന്റെ തോട്ടത്തിലാണ് പോലും. നിങ്ങളെ പോലെ കള്ളം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആടിനെ എനിക്ക് ഇപ്പൊ വേണം, 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 വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഓ, പിന്നെ ഒരാടിനെ അടുത്ത് വെച്ചെന്ന് കരുതി എന്നെ പോലീസ് അങ്ങ് പിടിച്ചു കൊണ്ടുപോകുന്നില്ല. ഞാൻ ടൗണിലെയാ. എനിക്ക് ടൗണിലോട്ട് പോകാനുള്ള വഴി പറഞ്ഞുതരോ? അയ്യോ മോനെ, ടൗണിലോട്ട് ഇനി കുറെ പോവാനുണ്ടല്ലോ.
അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ, ടൗണിലോട്ടുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാ മതി. മോൻ എങ്ങനെ ഇവിടെ എത്തിയത്? വഴി തെറ്റി വന്നതാണോ? അതെ ചേച്ചി, ഞാനൊരു ആടിന്റെ പിന്നാലെ ഓടിയതാ. ആണോ? എന്നിട്ട് ഇത്രയും ദൂരം അതിന്റെ പിന്നാലെ ഓടി വന്നോ? എന്തിനാ? അത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ആടാ. അവന് ആടിനെ കാണാനായിട്ട് നല്ല വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഓടിയത് പിന്നാലെ. പക്ഷെ ഇവിടെ എത്തിയത്. പിന്നെ ഇവിടുന്ന് അത് എങ്ങോട്ടേ പോയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, കഷ്ടം തന്നെ. മോനെ മോനെ, നീ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാ കാട്ടിലൂടെയൊക്കെ പോകേണ്ടി വരും. അവിടെയൊക്കെ വന്യമൃഗങ്ങളുള്ളതാ. അയ്യോ, അപ്പൊ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡൊന്നും ഇല്ലേ ടൗണിലേക്ക്? ഇല്ല മോനെ, ആകെയുള്ള വഴി ആ കാട്ടിലൂടെയാ. എനിക്ക് ആകെയുള്ള ഒരു മോൻ അതുവഴി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് മോനെ, നിന്നെ കാണുമ്പോ എനിക്ക് എന്റെ മകനെ ഓർമ്മ വരുന്നു. നീ ഈ സമയത്ത് ആ കാട്ടിലൂടെ പോകണ്ട. അവൻ ഇതുപോലെ തന്നെ അവന്റെ ആടുമായിട്ട് പോയതാ, പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ആണോ ആന്റി? ഓ, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാ? മോനെ മോനെ വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തങ്ങിയിട്ട് നാളെ രാവിലെ പോകാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല മോനെ, ഞാനും എന്റെ ഏട്ടനും എന്റെ അനിയത്തിയും മാത്രമേ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. മോനൊരു ഉപദ്രവവും ഉണ്ടാവില്ല. മോൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ തങ്ങിയിട്ട് നാളെ രാവിലെ തന്നെ പോയിക്കോ. എന്റെ ഏട്ടൻ വഴി കാണിച്ചു തരും. അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ ബുദ്ധിമുട്ടാവും. എനിക്ക് വഴി പറഞ്ഞാ മതി. ഞാൻ ഈ ടൈമിൽ തന്നെ പോയിക്കോളാം. വേണ്ട മോനെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മോൻ വാ. ആ, 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 എന്നാ ശരി. പക്ഷേ ഓ, നിങ്ങൾ ടൗണിലുള്ളവർക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതാണല്ലേ? ഏയ് അതുകൊണ്ടല്ല, ഞാൻ വരാം ആന്റി.